PV അൻവറുമായുള്ള ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെ കുറ്റമുക്തനാക്കി അന്വേഷണ സമിതി. അന്വേഷണ സമിതിക്ക് മുന്നിൽ PV അൻവർ ഹാജരാകുകയോ തെളിവ് നൽകുകയോ ചെയ്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സമിതിയുടെ തീരുമാനം. വലിയ വിവാദമായിരുന്നു. റിനോ ശ്രീധർ ചേർന്നു. റിനോ, PV അൻവർ ഇടതുമുന്നണിയുമായി പിണങ്ങി CPI-യുമായി പോരാട്ടത്തിന് യുദ്ധത്തിന് തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ ആ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. ശബ്ദരേഖയിൽ സുജിത് ദാസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത രീതിയിൽ വഴങ്ങുന്നതും ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ ആ ശബ്ദരേഖയിൽ കേട്ടതാണ്. അതിനെന്തുകൊണ്ടാണ് തെളിവില്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നത്? റിനു. ഹാഷ്മി അസ്ദ, എന്തായാലും സംസ്ഥാനത്ത് ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയൊരു വിഷയമാണ് SP സുജിത് ദാസും അതുപോലെ തന്നെ PV അൻവറും തമ്മിലുള്ള ഒരു ഫോൺ വിളി വിവാദം. ഈ രാഷ്ട്രീയ വിവാദത്തിനപ്പുറം പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയെന്ന് വിലയിരുത്തിയ ഒരു വിഷയം കൂടിയാണ്. എന്തായാലും നിലവിലിപ്പോൾ മലപ്പുറം മുൻ SP കൂടിയായിട്ടുള്ള സുജിത് ദാസിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് അന്വേഷണ സമിതി. ക്ലീൻ ചീറ്റ് നൽകുവാനുള്ള ഒരു കാരണം നിരപരാധി എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്യാം സുന്ദർ ആയിരുന്നു ഇതിന്റെ അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഒരു അന്വേഷണത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ക്ലീൻ ചീറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ അൻവറിനോട് നേരിട്ട് ഹാജരാകുവാൻ, അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകുവാൻ, ഒപ്പം ഈ തെളിവുകൾ നൽകുവാനും അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ഈ അന്വേഷണ സമിതിക്ക് മുൻപിൽ ഹാജരാകുവാനോ ഈ തെളിവുകൾ നൽകുവാനോ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല PV അൻവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തെളിവുകൾ ഹാജരാക്കുന്നതിന്റെ ഭാഗമായി ഈ ഡിവൈസ്, അതായത് ഈ ഫോൺ റെക്കോർഡ് ചെയ്ത ഫോൺ അന്വേഷണ സമിതിക്ക് മുന്നിൽ കൊടുക്കേണ്ടി വരും. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത് നടക്കാത്തതിനാൽ, അല്ലെങ്കിൽ അത് പരിശോധനയ്ക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാലായിരിക്കും അൻവർ അത്തരമൊരു നടപടിയിലേക്ക് പോകാത്തത്, അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാത്തത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും മണിക്കൂറുകളോളം നീണ്ട SP സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം ഈ PV അൻവർ റെക്കോർഡ് ചെയ്യുകയും അത് പുറത്തുവിടുകയും ചെയ്തു. വാട്സപ്പ് ഫോൺ സംഭാഷണമാണ്. എന്തായാലും സുജിത് ദാസ് അന്വേഷണ സമിതിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ സംഭാഷണമല്ല, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെ ഗണ്ണിച്ചുകൊണ്ട് തെളിവ് നൽകുവാൻ വേണ്ടി PV അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നൽകിക്കൊണ്ട് ഈ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി അസിത. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.